الله 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 الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലം എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ റജബ് മാസം അത് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് പ്രയോജനപ്പെടുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ റജബ് മാസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. റജബ് മാസത്തെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ റജബ് മാസത്തെ സംബന്ധിച്ച് നല്ല ഒരു സമഗ്രമായ പഠനം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഈ ഒരു വിഷയം നമ്മൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. പരിശുദ്ധമായ റജബ് മാസത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ വന്ന ആയത്തുകളെ സംബന്ധിച്ചും ഹദീസുകളിൽ വന്ന ഉദ്ധരണികളും അതിനുശേഷം റജബിൻ്റെ ബഹുമാനങ്ങളും റജബിൻ്റെ പേരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതേപോലെ റജബിൻ്റെ വിശാലമായ പ്രത്യേകതകളും ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയം കേൾക്കുന്നതോടൊപ്പം അത് എഴുതി വെക്കുക ചെയ്താൽ ഒന്നുകൂടെ ഇത് പഠിക്കാൻ ഒന്നുകൂടെ സൗകര്യമാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം റജബ് മാസത്തെ സംബന്ധിച്ചിടത്തോളം പല തെറ്റിദ്ധാരണകളും പല ആളുകളും റജബ് മാസമാകുന്ന സമയത്ത് പുറത്തുവിടാറുണ്ട്. അപ്പോൾ നമ്മൾ വിശദീകരിക്കുന്ന വിഷയങ്ങളെല്ലാം അതിൻ്റെ കിതാബുകളും അതിൻ്റെ ഉദ്ധരണികളും അടക്കം വിശദീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായത് പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും എല്ലാം നമുക്ക് വലിയ തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് സൂറത്തു തൗബയിലെ 36-ാമത് ആയത്താണ്. അല്ലാഹു പറയുന്നു, ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅതുൻ ഹുറും. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആയത്ത്. അള്ളാഹുവിൻ്റെ അടുക്കൽ എണ്ണപ്പെടുന്ന മാസങ്ങൾ എന്ന് പറയുന്നത് അത് 12 മാസമാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ ഈ 12 മാസങ്ങളും ഉണ്ട്. മിൻഹാ അർബഅതുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ വളരെ പവിത്രമാണ്. 4 മാസങ്ങൾ യുദ്ധം ഹറാമായ മാസമാണ് എന്നൊരു ആശയം വരുന്ന ആയത്ത് സൂറത്തു തൗബയിൽ അള്ളാഹു കൊണ്ടുവരികയാണ്. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീർ ഖുർത്തുബിയിൽ ഇതിനെ വിശദീകരിക്കുന്നത് കാണാം. വ അന്നഹു വലഅ ഹാദ ശുഹൂർ വസമ്മാഹാ ബി അസ്മാഇഹാ അലാ മാ റത്തബഹ അലൈഹി. ഇതിൻ്റെ പേരുകൾ സംവിധാനിച്ചതും ഇതിൻ്റെ ഓർഡറുകൾ ഉണ്ടാക്കിയതും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളെയും സംവിധാനിച്ചിട്ടുണ്ട്. എന്നിട്ട് വഅൻസല ദാലിക അലാ അംബിയാഇഹി ഫീ കുതുബിഹിൽ മുനസ്സല, അവൻ്റെ അമ്പിയാക്കന്മാർക്ക്, അവൻ്റെ പ്രവാചകന്മാർക്ക് അവർക്ക് നൽകിയ കിതാബുകളിലൂടെ, ഏടുകളിലൂടെ അല്ലാഹു അത് കൈമാറുകയും ചെയ്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3197-ാമത് ഹദീസായും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 1679-ാമത്തെ ഹദീസായും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അൻ അബീ ബക്ര നഫിയ ബിൻ ഹാരിസ് الزمان قد استدار كهيئته يوم خلق السماوات والأرض السنة 12 شهرا.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹു മാസങ്ങളെയും സംവിധാനിച്ചിട്ടുണ്ട്. 12 മാസങ്ങൾ, മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ വളരെ പവിത്രമാണ്. സലാസു മുത്തവാലിയാത്തിൻ, അതിൽ 3 തുടരെയായിട്ടുള്ള മാസങ്ങളാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങളും അടുത്തടുത്തുള്ള മാസങ്ങളാണ്. വറജബ് മുളർ, അതേപോലെ തന്നെ റജബ് മുളർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റജബിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കും. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദുൽ ഉഖ്റയുടെയും അതേപോലെ ശഅബാന്റെയും ഇടയിലുള്ള റജബ് മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിൽ റസൂലുള്ളാഹി തങ്ങളുടെ റജബ് മുളർ എന്നാണ് റജബിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതിന് കാരണം മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. അമ്മാ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറജബ് മുളർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ശഅബാനിന്റെയും അതേപോലെ ജുമാദുൽ ഉഖ്റയുടെയും ഇടയിലുള്ള മുളർ, റജബ് മുളർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? വകാനത്ത് മുളർ തജ്അലു റജബൻ ഹാദ അശ്ശഹ്റുൽ മഅറൂഫ്. ഈ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങളും യുദ്ധം ഹറാമായ അൽ അശ്ഹുറുൽ ഹുറും, മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ എന്ന് പറഞ്ഞതിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞതിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങളും തമ്മിൽ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എന്നാൽ 4ാമത്തെ മാസം റജബാണോ അല്ലെങ്കിൽ റമളാനാണോ എന്നതിൻ്റെ ഇടയിൽ ചെറിയ തർക്കങ്ങളുണ്ട്. മുളർ ഗോത്രക്കാർ അവർ പരിഗണിച്ചിരുന്നത് റജബിനെ ആയിരുന്നു. എന്നാൽ വകാനത്ത് റബീഅ ഗോത്രക്കാർ തജ്അലുഹു റമളാൻ, അവര് റമളാനിനെയാണ് 4ാമത്തെ മാസമായി, യുദ്ധം ഹറാമായ മാസമായിട്ട് അവർ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഫലിഹാദ അളാഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മുളർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മുളർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം ഇതാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. മാത്രമല്ല, മുളർ ഗോത്രക്കാർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളാണ്. ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു മുളർ ഗോത്രക്കാർ. ആ മുളർ ഗോത്രക്കാരായ ആളുകൾ അവരെ മറികടന്ന് വേണമായിരുന്നു പല ആളുകൾക്കും മദീനയിലേക്ക് എത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും മദീനയിലെത്താനും ഇസ്ലാമിനെ പഠിക്കാനും പല ആളുകൾക്കും കഴിയുമായിരുന്നില്ല. കാരണം അതിനിടയിൽ മുളർ ഗോത്രക്കാരെ അവർ താമസിക്കുന്നതിൻ്റെ ഇടയിലൂടെ വേണം പോകാൻ, മദീനയിലേക്ക് പോകാൻ അവർ അനുവദിക്കുമായിരുന്നില്ല. അപ്പം അങ്ങനെ ആ ആളുകളും മുളർ ഗോത്രക്കാരിൽ നിന്ന് അവരുടെ രക്ഷ നേടാൻ അവരുടെ അക്രമമില്ലാത്ത ഒരു സമയമാണ് റജബ് മാസം എന്നുള്ളത്. റജബിന് അൽ അസ്വം എന്നും പേരുണ്ട്. അസ്വം എന്ന് പേര് വരാനുള്ള കാരണം, അസ്വം എന്ന് പറഞ്ഞാൽ മൗനം എന്നാണ്. മൗനം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഒച്ചയില്ലാത്ത, പരസ്പരം വിദ്വേഷങ്ങൾ പറയാത്ത, അല്ലെങ്കിൽ പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിയാത്ത നല്ല ഒരു സമയം. അങ്ങനെ ഒരർത്ഥത്തിൽ ഷഹറുൽ അസ്വം എന്ന് റജബിനെ പറ്റി പറയാറുണ്ട്. ഏതായാലും ഈ മുളർ ഗോത്രക്കാർ അവരെ മറികടന്ന് വരേണ്ട ആളുകൾ റജബ് മാസത്തിൽ വരുമായിരുന്നു. അങ്ങനെ അവർ ശഅബാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് അവർക്ക് പഠിക്കാനുള്ളതെല്ലാം പഠിച്ച് അവർ ശഅബാൻ ആകുന്നതിൻ്റെ മുമ്പ് അവർ തിരിച്ചു പോകുന്ന ഒരു രംഗങ്ങൾ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ തൻ്റെ പിതാവിനെ കൊന്ന ഘാതകനാണ്, തൻ്റെ പിതാവിനെ കൊന്ന ആളെ മുമ്പ് കണ്ടാൽ പോലും റജബിൽ അവർ കണ്ടു കഴിഞ്ഞാൽ അവർ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരു ശൈലി അവർക്കുണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു മാസം അവരെ വകവരുത്താം എന്നതല്ലാതെ തൻ്റെ പിതാവിൻ്റെ ഘാതകനെയാണ് കണ്ടുമുട്ടിയത് എങ്കിൽ പോലും അവർ റജബിൽ അതിന് പ്രതികാരം ചെയ്യാറില്ലായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയതിന് ശേഷമാണ്
പരിശുദ്ധമായ റമദാൻ വരെ അത് ബഹുമാനമുള്ള മാസമായിരുന്നത്. റമദാൻ്റെ ബഹുമാനം എന്ന് പറഞ്ഞത്, റമദാൻ്റെ ബഹുമാനം എന്നത് നോമ്പ് ഉണ്ട് എന്നതല്ല. റമദാൻ്റെ ബഹുമാനം, റമദാനിൻ്റെ ബഹുമാനം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ഇറക്കി എന്നതാണ് റമദാൻ്റെ ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത്. അപ്പോൾ റമദാൻ ഖുർആൻ ഇറക്കിയതിന് ശേഷമാണ് അത് ബഹുമാനമുള്ള ഏതായി മാറിയത്. അതിന് മുമ്പ് റമദാന് പ്രത്യേകമായ ബഹുമാനങ്ങൾ ഒന്നും കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്തിൻ്റെ ഈ ഒരു ഘട്ടം വരെയുള്ള എല്ലാ കാലഘട്ടത്തിലും ബഹുമാനമുള്ള ഒരു മാസമാണ് റജബ്. മില്ലദുൻ ആദമ അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ എല്ലാ കാലഘട്ടത്തിലും കഴിഞ്ഞുപോയ എല്ലാ സമുദായങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിന് വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ കോപം ഇല്ലാത്ത ഒരു മാസമാണ് റജബ് എന്ന് പറഞ്ഞാൽ. മുൻകാല സമുദായങ്ങളുടെ പല വ്യത്യസ്തമായ മാസങ്ങളിൽ വ്യത്യസ്തമായ ശിക്ഷകൾ കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സമുദായത്തെയും അല്ലാഹു റജബിൽ ശിക്ഷിച്ചിട്ടില്ല എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ റജബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വിദ്വേഷങ്ങളോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ പല ആളുകളും അന്നത്തെ കാലത്ത് പറയാറുണ്ടായിരുന്നു, കാലം മുഴുവൻ 365 ദിവസവും റജബായി മാറിയിരുന്നെങ്കിൽ എന്ന് ആ പഴയ കാലത്തെ ആളുകൾ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ലക്കിന്നഹു ഇശാഖഹു മൻ ഖീല ദാ റജബു യാ ലൈത ഇദ്ദത ഹൗലിൻ കുല്ലിഹി റജബു യാ ലൈത ഇദ്ദത ഹൗലിൻ കുല്ലിഹി റജബ്. എല്ലാ സമയവും, കൊല്ലത്തിൻ്റെ എല്ലാ സമയവും റജബായിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോയിരുന്നു. മഹാനായ ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ മഹാനായ ഖതാത റളിയല്ലാഹു അൻഹു, താബികളിൽ പ്രമുഖനായ ഖതാത റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നത് കാണാം. ഇന്നല്ലാഹ അസ്തഫാ സ്വഫായ മിൻ ഖൽഖിഹി, അല്ലാഹു അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചില പ്രത്യേകമായ കാര്യങ്ങളെ അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇസ്തഫാ മിനൽ മലായികത്തി റുസുല, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിൽ നിന്ന് അല്പം പ്രധാനപ്പെട്ട ആളുകളെ അല്ലാഹു തിരഞ്ഞെടുത്തു, റുസുലൻ. എന്നിട്ട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങൾ കൊടുത്ത് അവരെ അല്ലാഹു അവൻ്റെ ദൂതന്മാരാക്കി മാറ്റി. വമിനന്നാസി, അല്ലാഹു തആല മനുഷ്യന്മാരിൽ നിന്ന് ചില ആളുകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. എന്നിട്ട് അല്ലാഹു അവരെ റുസുലൻ, അല്ലാഹു അവരെ മംബിയാ മുർസലുകളാക്കി മാറ്റി. വസ്തഫാ മിനൽ കലാമി ദിക്റ, അല്ലാഹു സംസാരങ്ങളിൽ നിന്ന് ചില സംസാരങ്ങളെ അല്ലാഹു എടുത്തിട്ട് അതിനെ ദിക്റുകളാക്കി അല്ലാഹു മാറ്റി. വസ്തഫാ മിനൽ അർളി അൽ മസാജിദ, ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകമായ സ്ഥലങ്ങളെ അല്ലാഹു എടുത്ത് അത് മസ്ജിദുകളാക്കി മാറ്റി. വസ്തഫാ മിനശ് ശുഹൂരി റമദാന വൽ അശ്ഹുരിൽ ഹുറും, അതേപോലെ അല്ലാഹു തആല മാസങ്ങളിൽ നിന്ന് ചില പ്രത്യേക മാസങ്ങളെ അല്ലാഹു തിരഞ്ഞെടുത്തു. അതാണ് റമദാനും അശ്ഹുരുൽ ഹുറും, യുദ്ധം ഹറാമായ മാസങ്ങളും. വസ്തഫാ മിനൽ അയ്യാമി, അങ്ങനെ ദിവസങ്ങളിൽ നിന്ന് അല്ലാഹു ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തു. അതാണ് യൗമുൽ ജുമുഅ എന്ന് പറയുന്നത്. വസ്തഫാ മിനൽ ലയാലി, രാത്രികളിൽ നിന്ന് അല്ലാഹു ഒരു രാത്രിയെ തിരഞ്ഞെടുത്തു. അതാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ട് ഫഅല്ലിമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെയെല്ലാം ബഹുമാനിക്കണമെന്ന് മഹാനായ ഖതാത റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അപ്പോൾ റജബിൻ്റെ ഏറ്റവും വലിയ, റജബ് നൽകുന്ന സന്ദേശമെന്നത് ബഹുമാനിക്കേണ്ടതിനെയെല്ലാം ബഹുമാനിക്കണമെന്ന വലിയ സന്ദേശമാണ്. ബഹുമാനിക്കേണ്ടതിനെയെല്ലാം ബഹുമാനിക്കണം. അതിൽ വളരെ പ്രധാനമാണ് അൽ അശ്ഹുരുൽ ഹുറും, യുദ്ധം ഹറാമായ മാസങ്ങൾ. വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അല്ലാഹുവിൻ്റെ അടയാളങ്ങളെ ആർക്കെങ്കിലും ബഹുമാനിക്കാൻ സാധിക്കാതെ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള, അല്ലാഹുവിനെ പേടിക്കുന്ന തഖ്വയുള്ള ഹൃദയങ്ങളിൽ നിന്ന് മാത്രമേ അങ്ങനെ അല്ലാഹുവിൻ്റെ
അടയാളങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നിടത്ത് അള്ളാഹു ആദ്യം പറയുന്നത് അഷ്ഹുരുൽ ഹുറുമിനെ കുറിച്ചാണ്. യുദ്ധം ഹറാമാക്കപ്പെട്ട പവിത്രമായ 4 മാസങ്ങളെ സംബന്ധിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനു, സൂറത്തുൽ മാഇദ 26-ാമത് ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാം വൽ ഹദിയ. എന്നിട്ട് അവിടെ ശഅഇറല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു വിശദീകരിക്കുന്നിടത്ത് രണ്ടാമത് അതിനോട് ചേർത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് വലശ്ശഹ്റൽ ഹറാം, യുദ്ധം ഹറാമായ പവിത്രമായ മാസങ്ങളെയും വലൽ ഹദിയ. പിന്നെ അള്ളാഹു ഉളുഹിയത്തിൻ്റെ മൃഗങ്ങളെയും മറ്റുമൊക്കെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അവിടെ രണ്ടാമത് അതിനോട് ആദ്യം പറഞ്ഞത് അള്ളാഹു ഈ യുദ്ധം ഹറാമായ മാസത്തെയാണ് അള്ളാഹു ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അൽ ഹുറും എന്ന് പറഞ്ഞാൽ യുദ്ധം ഹറാമായത് എന്ന് മാത്രമല്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. അൽ ഹുറും എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഹറാമാവുക എന്നത് അത് മൻസൂഖത്താണ് എന്നും മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ തുഹ്ഫയിൽ ഹിർമത്തുൽ ജിഹാദി മൻസൂഖത്തുൻ എന്ന് 9-ാം വാള്യം 212-ാമത് പേജിൽ അത് രേഖപ്പെടുത്തുന്നത് കാണാം. അത് കാലഹരണപ്പെട്ടു പോയതാണ്. അപ്പോൾ ഹുറും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പവിത്രത എന്ന് പറഞ്ഞാൽ അന്നൽ മഅസിയത ഫീഹാ അശദ്ദു ഇഖാബൻ. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ആ സമയങ്ങളിൽ, ഈ മാസങ്ങളിൽ, പവിത്രമായ ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നത് അശദ്ദു ഇഖാബൻ, അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷ വരാനുള്ള കാരണമാണ്. വത്വാഅതു ഫീഹാ അക്സറു സവാബൻ, എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടുക എന്നത് ഫീഹാ, ഈ യുദ്ധം ഹറാമായ ഈ പവിത്രമായ മാസങ്ങളിൽ അത് അള്ളാഹുവിനെ വഴിപ്പെടുക എന്നത് അക്സറു സവാബൻ, അള്ളാഹുവിൻ്റെ കൂലി ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയങ്ങളുമാണ് എന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പവിത്രമായ ഈ റജബിൽ പല മഹാന്മാരും പഴയകാല മഹത്തുക്കളെല്ലാം ഞാൻ റജബിൽ മരിക്കണം, റജബിൽ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കാന ബഅദു ഉലമാഇ സ്വാലിഹീൻ, പണ്ട് വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഖദ് മരിദ ഖബ്ല ശഹ്രി റജബ്, റജബ് മാസത്തിന് മുമ്പ് അവർക്ക് രോഗം വന്നു. അങ്ങനത്തെ അവർ പറയുമായിരുന്നു, ഇന്നി ദഅഉതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ദുആഇരക്കുകയാണ്, അൻ യുഅഖിറ വഫാത്തി ഇലാ ശഹ്രി റജബ്, ഞാൻ എൻ്റെ വഫാത്ത് റജബ് ആകുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോകാതെ റജബിൽ എങ്ങനെയെങ്കിലും എത്തിയിട്ട് ആ റജബിൽ അങ്ങ് മരണപ്പെട്ടു പോയാൽ മതിയായിരുന്നു എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആഇരക്കുന്നു എന്ന് പഴയകാല മഹത്തുക്കൾ പറയാറുണ്ടായിരുന്നു എന്ന് കാണാം. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഖാജാ മുഈനുദ്ദീൻ ജിസ്തി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു, തിർമിദി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ മഹത്തുക്കളെല്ലാം വഫാത്തായത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്, മഹാന്മാർ മരിക്കാൻ കൊതിച്ച മാസം എന്നും പരിശുദ്ധമായ റജബിനെ സംബന്ധിച്ച് പറയാറുണ്ട്. ദുറത്തുൻ നാസിഹീൻ, അതേപോലെ ബൈത്തുൽ വാഇദീൻ തുടങ്ങിയ കിതാബുകളിൽ ഒരു കഥ പറയുന്നുണ്ട്, ഒരു ചരിത്രം. ബൈത്തുൽ മുഖദ്ദസിലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രമാണ്. കാനത്ത് ആബിദത്തുൻ, അവർ വലിയ ആബിദത്തായ വലിയൊരു പെണ്ണായിരുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? ഫൈദാ ജാ റജബ്, റജബ് മാസം ആയിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പരിപാടി തഖറഉ, അവർ ഓതും കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതും. 11 മറ, 11 തവണ, തഅലീമൻ ലഹു, ആ റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് 11 തവണ അവർ എല്ലാ ദിവസവും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതും. അങ്ങനെ സൂറത്ത് ഓതണമെന്ന് എവിടെയും കിതാബുകളിലൊന്നുമില്ല, അങ്ങനെ ഹദീസിലോ ആയത്തിലോ ഒന്നും വന്നതല്ല. പക്ഷെ അവരെ അങ്ങനെ ഒന്ന് ചെയ്യാറുണ്ടായിരുന്നു, അതിനെ ബഹുമാനിച്ചുകൊണ്ട്. അവർ വളരെയധികം ചെറിയ ജീവിതം നയിച്ചവരായിരുന്നു. തൽബസു സിയാബൽ ബാലിയ,
അവർ വളരെ വില കുറഞ്ഞ ഡ്രസ്സുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഫമരിളത്ത് ഫി റജബ്, അങ്ങനെ റജബ് മാസം ഒരു റജബ് ആയ സമയത്ത് അവർക്ക് രോഗം വന്നു. ആ സമയത്ത് വഔസത്ത് ഇബ്നതഹ, അവരുടെ മകനോട് അവർ വസിയത്ത് ചെയ്തു, ബി അൻ യദ്ഫനഹ ഫി സിയാബിൻ ബാലിയ, ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്ത്രത്തിൽ തന്നെ എന്നെ കഫൻ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ നിസ്കരിച്ച, ഞാൻ ഇബാദത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ വസ്ത്രം കൊണ്ട് എന്നെ കഫൻ ചെയ്യണമെന്നവരോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം കഫൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അദ്ദേഹം ഫകഫനഹാ ബിസിയാബിൻ മുർത്തഫിഅത്തിൻ, അദ്ദേഹം റിആഅൻ നാസി, ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പഴയ വസ്ത്രത്തിൽ എൻ്റെ ഉമ്മയെ എങ്ങനെ കഫൻ ചെയ്യുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം നല്ല ഒരു പുതിയ വസ്ത്രം വാങ്ങി, നല്ല വിലപിടിപ്പുള്ള വസ്ത്രം വാങ്ങി. ഫകഫനഹ, എന്നിട്ട് അതിൽ അദ്ദേഹത്തെ, ആ ഉമ്മയെ അവർ കഫൻ ചെയ്യുകയാണ്. അങ്ങനെ രാത്രിയായ സമയം ഫറആഹ ഫിൽ യൗമി, ആ ദിവസം അവരുടെ സ്വപ്നത്തിൽ ഉമ്മയെ കണ്ടു. ഉമ്മ വന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ ലാം തഅഖുദു വസിയത്തി, ഓ മോനെ, നിന്നോടാകെ ഒരു വസിയത്താണ് ഞാൻ പറഞ്ഞത്, പക്ഷേ അതുപോലും നിനക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിന്നെ തൊട്ട് സംതൃപ്തനല്ല. ഖൈറ റാളിയത്തിൻ, ഞാൻ നിന്നെ തൊട്ട് സംതൃപ്തയല്ല എന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെ അവർ വലിയ വിഷമത്തിലായി. അങ്ങനെ സുബഹി വരെ അദ്ദേഹം ഉറങ്ങാതെ നിന്നു. സുബഹിയായതിനു ശേഷം ഖബർസ്ഥാനിലേക്ക് പോയി. ഖബർസ്ഥാനിൽ പോയി ഒരു കൈക്കോട്ടെടുത്ത് ഉമ്മയുടെ ഖബറിൻ്റെ മുകളിലുള്ള മണ്ണ് നീക്കി അവസാനം മൂടുകല്ല് പൊക്കിയ സമയത്ത് സുബ്ഹാനല്ലാഹ്, അദ്ദേഹം കാണുന്ന കാഴ്ച, വലം യജിദ്ഹാ ഫീ ഖബ്രിഹാ, ആ ഉമ്മയെ ആ ഖബറിൽ കാണാനില്ല. അദ്ദേഹം വലിയ വിഷമത്തിലായി. വബകാ ബുകാഅൻ ശദീദ, അദ്ദേഹം ഒരുപാട് അട്ടഹസിച്ച് കരയുകയാണ്. ആ സമയത്ത് ഫസമിഅ നിദാഅൻ, ആ സമയത്ത് അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ്, ഒരു വിളി കേൾക്കുകയാണ്. യഖൂൽ, എന്താണ് പറയുന്നത്? അമാ അലിംത, അറിയില്ലേ, അന്നമൻ അല്ലമ ശഹ്റനാ റജബ് ലം യത്റുക് ഫിൽ ഖബ്രി ഫരീദൻ വഹീദ, മോനെ, നമ്മുടെ റജബ് മാസത്തെ ബഹുമാനിച്ച ഒരാളെ അവരുടെ ഖബറിൽ അവരെ ഏകാന്തനായി ഒറ്റക്ക് നാം ഇരുത്തുകയില്ല, കിടത്തുകയില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ഒരു അശരീരിയാണ് അദ്ദേഹം കേൾക്കാൻ സാധിച്ചത്. ഇത് ദുർറത്തുൻ നാസിഹീനിലും തബീഅത്തുൽ വാഇദീൻ തുടങ്ങിയ കിതാബുകളിലെല്ലാം ഈ ഒരു വിഷയം പറയുന്നുണ്ട്. അപ്പോൾ അത്രയും മഹാന്മാർ മരിക്കാൻ കൊതിച്ച റജബ് മാസത്തെ ബഹുമാനിച്ച ആളുകൾക്ക് വലിയ മഹത്വം കിട്ടിയത് അനുഭവത്തിലും ചരിത്രത്തിലും ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. റജബ് മാസത്തിൻ്റെ വലിയ ബഹുമാനം, റജബ് മാസത്തിൻ്റെ ബഹുമാനം പറഞ്ഞാൽ തീരുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ കാരണമായ ആ നുത്ഫത്ത് ഇന്ദ്രിയം മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നുത്ഫത്തു ത്വയ്യിബ ഇൻതഖല മിൻ അബ്ദില്ലാഹി ഇലാ റഹ്മി ഉമ്മിഹി ആമിന റളിയല്ലാഹു അൻഹാ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലേക്ക് ഹബീബായ തങ്ങൾ ജനിക്കാൻ കാരണമായ ആ നുത്ഫത്ത്, ആ ഇന്ദ്രിയം എത്തിയത് അത് റജബ് മാസത്തിലാണ്. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ രാത്രിയിലാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇത് നമുക്ക് ഫംഗൂസ് മൗലിദിൽ നമുക്കിത് വായിക്കാൻ കഴിയും. ലമ്മാ റാദല്ലാഹു തആല ഇൽഹാറൻ നൂരിൽ മഖ്സൂനി വഇബ്റാസൽ ജൗഹറിൽ മക്നൂനി മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹാ അത്ഹറ ഫതാതിൻ ഫിൽ അറബ് വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ശഹ്രി റജബിൻ. റജബ് മാസം ഫി ലൈലത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലാണ് ഇത് സംഭവിച്ചത് എന്ന് മങ്കൂസ് മൗലിദിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ റജബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നത്, അവിടുന്ന് ഉണ്ടാകാൻ കാരണമായ ആ ഒരു നുത്ഫത്ത് വരുന്നത്.
ഈ റജബ് മാസത്തിലാണ്. റജബ് മാസം എന്ന് പറയുന്നത് ദുആയുടെ മാസമാണ്, പ്രാർത്ഥനയുടെ മാസമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തത്, റജബ് എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലാ യുറദ്ദു ഫീഹ സായിൽ, ഒരു ചോദിക്കുന്ന ആളെയും തട്ടപ്പെടുന്നതല്ല റജബ് മാസത്തിൽ. മഹാനായ ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുനിയയിൽ പറയുന്നത് കാണാം, ഷഹ്റു റജബ് തുസ്തജാബു ഫീഹി ദഅവ, ഉത്തരം കിട്ടുന്ന, തുസ്തജാബു ഫീഹി ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ് റജബ് എന്ന് പറയുന്നത്. മാത്രമല്ല, പ്രാർത്ഥന എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിച്ചത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ദുആ ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു സൂറത്ത് ആണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ അവതരിക്കുന്നത് റജബിലാണ്. സൂറത്തുൽ ഫാത്തിഹ അവതരിക്കുന്നത് റജബ് 27 ളുഹറിന്റെ സമയത്താണ്. സൂറത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയത് എന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ സബബുൻ നുസൂൽ, അതിൻ്റെ അവതരണ പശ്ചാത്തലം പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയത് റജബ് 27-നാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ശൈലി എങ്ങനെയാണ്? സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിച്ച് അവസാനം നമ്മളുടെ ഒരു കാര്യം പറയുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അങ്ങനെയാണ് നമ്മൾ ദ്വാരക്കേണ്ടത് എന്ന്. ദ്വാക്ക് ഫാത്തിഹക്ക് അങ്ങനെ പേരുകൂടെയുണ്ട്. എങ്ങനെ ദ്വാരക്കണമെന്ന് പഠിപ്പിക്കാൻ വന്ന സൂറത്ത് എന്ന ഒരു പേരുകൂടെ സൂറത്തുൽ ഫാത്തിഹക്ക് ഉണ്ട്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയത് റജബിലാണ്, റജബ് 27-നാണ്. അപ്പോൾ ദുആയുടെ മാസമാണ്, പ്രാർത്ഥനയുടെ മാസമാണ് റജബ് എന്ന് പറയുന്നത്. റജബിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, റമദാനിൻ്റെ കവാടമാണ് റജബ് എന്നുള്ളത്. ഷഹ്റു റജബ് മിഫ്താഹു അഷ്ഹുരിൽ ഖൈരി വൽ ബറക, ഖൈറിൻ്റെയും ബറക്കത്തിൻ്റെയും മാസങ്ങളായ ശഅബാനും റമദാനും എല്ലാം കടന്നു വരികയാണ്. ആ ശഅബാന്റെയും റമദാനിൻ്റെയും താക്കോലാണ് റജബ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കപ്പലുണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചതും അതേപോലെ മുഅ്മിനീങ്ങൾ അതിലൂടെ രക്ഷപ്പെടുന്നതുമെല്ലാം റജബ് മാസത്തിലാണ് എന്ന് കാണാം. അന്നല്ലാഹ അമറ നൂഹൻ ബിഅമലി സഫീനത്തി ഫി റജബ്, റജബ് മാസത്തിലായിരുന്നു അത് എന്ന് കാണുന്നുണ്ട്. മഹാനായ അബൂബക്കർ അൽ വറാഖുൽ ബൽഖി എന്ന് പറഞ്ഞ വലിയ മഹാൻ, അദ്ദേഹം പറയുന്നത് കാണാം, ഷഹ്റു റജബ്, റജബ് മാസം എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ലിസ്സറഇ, അത് വിത്തിറക്കാനുള്ള മാസമാണ്. വശഅബാൻ, ശഅബാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റു സഖീർ ലിസ്സറഇ, ഇറക്കിയ വിത്ത്, ആ വിത്ത് അത് വെള്ളം, കൃഷി ഇറക്കിയത്, ആ കൃഷിക്ക് വെള്ളം നനക്കേണ്ട മാസമാണ് ശഅബാൻ എന്ന് പറഞ്ഞാൽ. വറമളാൻ ഷഹ്റു ഹസാദ് സറ, റമളാൻ എന്ന് പറഞ്ഞാൽ ആ കൃഷിയുടെ വിളവെടുപ്പിൻ്റെ സമയമാണ്. ഇങ്ങനെ പല രൂപത്തിൽ പല മഹാന്മാരും റജബിനെയും ശഅബാനിനെയും റമളാനിനെയും വിശദീകരിച്ചത് കാണാം. അദ്ദേഹം തന്നെ പറയുന്നു, മസലു ഷഹ്റു റജബ്, റജബിൻ്റെ ഉപമ എന്ന് പറഞ്ഞാൽ മസലു റീഹി, ഒരു കാറ്റ് പോലെയാണ്. വമസലു ശഅബാൻ, ശഅബാന്റെ ഉപമ എങ്ങനെയാണ്? മിസ്ലുൽ ഗൈസി, മിസ്ലുൽ ഗൈസി, മേഘാവൃതം പോലെയാണ്, മഴ പെയ്യാൻ വേണ്ടി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന മേഘങ്ങളെ പോലെയാണ്. വമസലു റമളാൻ, റമളാനിൻ്റെ ഉപമ മസലുൽ ഖത്ർ, മഴ പോലെയാണ്, പേമാരിയായി അനുഗ്രഹമായി വർഷിക്കുന്ന മഴ പോലെയാണ് റമദാൻ എന്ന് പറയുന്നത്. റമദാനിൽ അല്ലാഹുവിൻ്റെ എല്ലാ റഹ്മത്തും ഉണ്ടാകും. അപ്പോൾ മഴ വേണമെങ്കിൽ ആദ്യം മേഘമുണ്ടാകണം, അതിൻ്റെ മുമ്പ് കാറ്റുണ്ടാകണം എന്ന് പറഞ്ഞതുപോലെ അവരെല്ലാം പറഞ്ഞു വരുന്നത്, ഈ റമദാൻ നമുക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ നമ്മൾ റജബിൽ തന്നെ തുടങ്ങണമെന്നതിനെ സംബന്ധിച്ചാണ്. മഹാനായ ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇതിനെ ഉപമിക്കുന്നത് ഒരു മരത്തിനോടാണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു മരമാണ് എന്നാണ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്. റജബ് എന്നത് അതിലെ ഇലയോട് സാമ്യമാണ്.
ഇല ഉണ്ടാകുന്ന ഇലയിടുന്ന സമയമാണ് റജബ് എന്ന് പറഞ്ഞാൽ. ഷഅബാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം കായ്ക്കുന്ന സമയമാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിളവിൻ്റെ സമയമാണ് എന്നാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, നന്നാവാൻ വേണ്ടി നമ്മൾ റമളാനാകാൻ കാത്തിരിക്കരുത് എന്നതാണ്. നമ്മൾക്ക് റമളാൻ കിട്ടണമെങ്കിൽ അതിന് മുമ്പേ നമ്മൾ വിത്തിറക്കണം. നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറയാറുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണ്? ഒരാൾ മത്തൻ്റെ വിത്തിട്ട് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം പോയിട്ട് കുമ്പളം മുളക്കണമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാത്തതാണ് എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് റമളാൻ കിട്ടണമെങ്കിൽ നമ്മൾ റജബിൽ തന്നെ അതിനു വേണ്ടി ഒരുങ്ങണം. റജബിൽ തന്നെ ഒരുങ്ങിയാൽ മാത്രമേ നമുക്ക് റമളാൻ കിട്ടുകയുള്ളൂ. അത് നമ്മൾ നന്നാവാൻ റമളാൻ ആകട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാൻ പാടില്ല എന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ അല്ലാമ അൽ ഫശ്നി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മൻ അബസ മിൻ ഉംരിഹി ലയ്യ അയ്യാമ ഹർസിഹി. ആരെങ്കിലും അവൻ്റെ ജീവിതം ഒരു പാഴാക്കി അതിൽ ശ്രദ്ധയില്ലാതെ പോയി കഴിഞ്ഞാൽ അവൻ കൃഷിയിടക്കുന്ന സമയം, കൃഷിയുടെ ദിവസങ്ങളിൽ അവൻ അവൻ്റെ അടുത്തൊന്നും ഉണ്ടാകില്ല. വമൻ ലയ്യ അയ്യാമ ഹർസിഹി ലയ്യ അയ്യാമ ഹസ്വാദിഹി. അവൻ വെർത്തിറക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അത് വിളവെടുക്കുന്ന ദിവസവും ഒന്നും ഉണ്ടാവുകയില്ല. വലാ യഅരിഫു ഖദ്റ ശബാബി ഇല്ല ശുയൂഖ്. വലാ യഅരിഫു ഖദ്റ ശബാബി. യുവത്വത്തിൻ്റെ വില മനസ്സിലാവുകയില്ല ആർക്കല്ലാതെ ഇല്ല ശുയൂഖ്. വയസ്സായ ആളുകൾക്ക് യുവത്വത്തിൻ്റെ വില അറിയുകയുള്ളൂ. വലാ ഖദ്റ സുഹ ഇല്ലൽ മർളാ. ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാകുന്നത് അത് രോഗികൾക്കേ അത് മനസ്സിലാവുകയുള്ളൂ. വലാ ഖദ്റൽ ഗിനാ ഇല്ലൽ ഫുഖറാ. ഒരു ധനത്തിൻ്റെ വില മനസ്സിലാവുക അത് ധനികന് മനസ്സിലാകണമെന്നില്ല, അത് മനസ്സിലാകുക ഫുഖറാക്കൾക്കാണ്. വലാ ഖദ്റൽ ഹയാത്ത്. ഒരു ജീവിതത്തിൻ്റെ വില മനസ്സിലാവുക ജീവിക്കുന്നവന് മനസ്സിലാകണമെന്നില്ല, അത് ഇല്ലൽ മൗത്ത. അത് മരിച്ച ആൾക്ക് എന്താകുള്ളൂ, ജീവന്റെ വില മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഫഅലൈക്കും യാ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക. ഫീ ഷഹ്രി റജബ് മാസത്തിൽ ബിസ്സൗമി, നോമ്പ് കൊണ്ടും വകസറത്തുൽ ബുക്കായി, അതേപോലെ കൂടുതലായി കരയൽ അധികരിപ്പിക്കൽ കൊണ്ടും നിങ്ങൾ പരമാവധി റജബിനെ ഉപയോഗപ്പെടുത്തുക എന്ന് മഹാൻ പറയുന്നത് കാണാം. റജബ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ രാത്രിയും പവിത്രമാണ്. അതിൻ്റെ വെള്ളിയാഴ്ച രാവുകൾക്ക് പ്രത്യേകം പവിത്രതകളുണ്ട്. അതിൻ്റെ പകലുകൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കേണ്ടതുണ്ട്. അത് ബഹുമാനം കൊടുക്കുക എന്നത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ്. തർജീബ് എന്ന വാക്കിൽ നിന്നാണ് റജബ് ഉണ്ടായത് എന്ന് കാണാം. ബഹുമാനം എന്നാണ് തർജീബ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ഒരുങ്ങിത്തയ്യാറാവുക എന്നൊക്കെയാണ് തർജീബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതിലെ റാ എന്നത് റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്നും, വൽ ജീമു, അതിലെ ജീമ് ജൂദുൻ, അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ സംബന്ധിച്ചാണ് എന്നും, വൽ ബാ ഉ, അതിലെ ബാ ബറക്കത്തുൻ, ബറക്കത്താണ്, അല്ലെങ്കിൽ ഔ ബറുൻ, അല്ലെങ്കിൽ ഗുണത്തെ സംബന്ധിച്ചാണ് റാ ജീമ് ബാ എന്നീ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നും നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്നയിൽ രേഖപ്പെടുത്തുന്നത് കാണാം, വമിൻ അവ്വലി ഹാദ ശഹർ ഇലാ ആഖിരിഹി മിനല്ലാഹി അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ സലാസ അഅ്തായ ലിൽ ഇബാദ്, 3 കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് അല്ലാഹു യഥേഷ്ടം കൊടുക്കും. റഹ്മത്തുല്ലാഹി മിനൽ അദാബ്, ഒന്നാമത്തെ എന്താണ്? റഹ്മത്തുല്ലാഹി മിനൽ അദാബി, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു വലിയ കരുണ കൊടുക്കുന്നതാണ്. അതാണ് റാ ഉദ്ദേശിക്കുന്നത്. ജൂദും ബിലാ ബുഖുൽ, ഒരു പിശുക്കുമില്ലാതെ അള്ളാഹു ഔദാര്യം ചെയ്യുന്നവനാണ്. അതേപോലെ ബർറും ബിലാ ജഫാ, യഥേഷ്ടം അള്ളാഹു ഗുണം ചെയ്യുന്നവനാണ്. അപ്പോൾ അത്രയും മഹത്വമുള്ളതാണ് ആ റജബ് എന്ന വാക്ക് തന്നെ. റാ ജീമ് ബാ, ഈ 3 അക്ഷരത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. റജബ് മാസത്തിന് ഒരുപാട്
നാമങ്ങളുണ്ട്. 14 പേരുകളുണ്ട്, 17 പേരുകളുണ്ട്, 18 പേരുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന് റജബിനെ പറ്റി പറയുന്ന ഒരു കിതാബുണ്ട്, തബീനുൽ അജബ് ബിമാ വറദ ഫീ ഫളുൽ റജബ് എന്ന് പറഞ്ഞ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ മഹാനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു 18 പേരുകൾ വിശദീകരിക്കുന്നുണ്ട്. റജബ്, മുളർ, മത്തുഹർ, അസ്വം, അസ്വബ്, മുഖീം, ഹറം, ഫർദ്, റജ്മ് തുടങ്ങി 18ഓളം പേരുകൾ ഇതിന് നമുക്ക് കാണാൻ കഴിയും. ഇതിനിങ്ങനെ പേര് വരാനുള്ള കാരണം നേരത്തെ ഞാൻ അസ്വമ്മ് എന്ന പേരിനെ സംബന്ധിച്ച് പറഞ്ഞു. അസ്വമ്മ് എന്ന് പറഞ്ഞാൽ മൗനം എന്നാണ്. ആയുധങ്ങളില്ലാത്ത, ആയുധത്തിൻ്റെ ഒച്ചകളില്ലാത്ത, പരസ്പരം ശണ്ടകളില്ലാത്ത, അടികൂടലുകളില്ലാത്ത, അതുകൊണ്ടാണ് ഷെഹറുൽ അസ്വമ്മ് എന്ന് പറഞ്ഞത്. ഷെഹറുൽ അസ്വബ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ചൊരിയുക എന്നാണ് അസ്വബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചൊരിയുക എന്ന് പറഞ്ഞാൽ ഷെഹറുല്ലാഹിൽ അസ്വബ് ലിഅന്നഹു തുസബ്ബു ഫീഹിൽ ബറക, അള്ളാഹുവിൻ്റെ ബറക്കത്ത് യഥേഷ്ടം ചൊരിയുന്ന മാസമാണ്. അതുകൊണ്ടാണ് അൽ അസ്വബ് എന്ന് പറഞ്ഞത്. അതേപോലെ റജ്മ് എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുക എന്നാണ്. റജ്മ് എന്ന് പറഞ്ഞാൽ ശൈത്വാനെ ആട്ടി ഓടിക്കേണ്ട മാസമാണ് റജബ്. അതുകൊണ്ടാണ് റജബിന് റജ്മ് എന്ന് പേര് വരാനുള്ള കാരണം എന്നും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും എല്ലാ പേരുകളുടെയും പേര് വരാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എങ്കിലും അത് പറയാൻ നമുക്ക് സമയങ്ങൾ ധാരാളം വേണ്ടതുകൊണ്ട് ആ വിഷയം ഞാൻ അവിടെ ഒഴിവാക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ധാരാളം പേരുകൾ പരിശുദ്ധമായ റജബ് മാസത്തിന് നമുക്ക് കാണാൻ കഴിയും. ധാരാളം പേരുകൾ ഉണ്ടാവുക എന്നുള്ളത് അത് ആ പേര് വെക്കപ്പെട്ടതിൻ്റെ മഹത്വം അറിയിക്കുന്നതാണ് എന്ന് അബുൽ ഹസൻ സുംഹൂദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വഫാ ഉൽ വഫാ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. കസ്റത്തുൽ അസ്മാഇ തദുല്ലു അലാ ശറഫിൽ മുസമ്മ. ഇങ്ങനെ കൂടുതൽ പേരുണ്ടാവുക എന്നുള്ളത് തദുല്ലു, അത് അറിയിക്കുന്നത് അലാ ശറഫിൽ മുസമ്മ, അത് പേര് വെക്കപ്പെട്ട ആളുടെ ബഹുമാനത്തെയാണ് അതറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും 99 പേരും അല്ല അതിനേക്കാൾ അധികമുള്ള പേരുകൾ ഉണ്ട് എന്ന് പറഞ്ഞ മഹാന്മാർ ഉണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ പേര് കൂടുതലുണ്ടാവുക എന്നുള്ളത് പല പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ പവിത്രതയെയാണ് അറിയിക്കുന്നത് എന്ന് മഹാൻ വിശദീകരിക്കുകയാണ്. പരിശുദ്ധമായ റജബിൻ്റെ വലിയ മഹത്വങ്ങളിലൊന്ന് ആ റജബ് എന്ന് പറഞ്ഞാൽ അത് ബറക്കത്ത് ചൊരിയുന്ന മാസമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അസ്വബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ബറക്കത്തുകൾ ചൊരിയുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു ദുആ പഠിപ്പിച്ചു തന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പരിശുദ്ധമായ റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. പൂർണ്ണ ആഫിയത്തോടെ ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണം അല്ലാഹ് എന്ന ദുആ. നമുക്കെല്ലാ വിഷയങ്ങളിലും ബറക്കത്തുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭാര്യമാരിൽ, മക്കളിൽ, ബിസിനസ്സുകളിൽ, ഏർപ്പാടുകളിൽ, ജോലികളിൽ, വാഹനങ്ങളിൽ എല്ലാത്തിലും ബറക്കത്തുണ്ടാകണം. ആ ബറക്കത്തെല്ലാം ചോദിച്ചു വാങ്ങേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. ഈ ഒരു ദുആവുമായി ബന്ധപ്പെട്ട് 1-2 വിഷയങ്ങൾ കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സമഗ്രമായ ഒരു പഠനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിഷയവുമായി ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടണമെന്നില്ല എങ്കിൽ പോലും അവർക്ക് കൂടെ മനസ്സിലാക്കാൻ വളരെ ലളിതമായ രൂപത്തിൽ ആ ഒരു വിഷയം പറയുകയാണ്. ഇവിടെ ദുആ ചെയ്യുന്ന സമയത്ത് ചില ഉസ്താദുമാരെങ്കിലും ദുആരക്കുന്നത് കേട്ടിട്ടുണ്ടാകും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ എന്ന് ദുആരക്കുന്നത് കേട്ടിട്ടുണ്ടാകും. എന്താണ് അങ്ങനെ ദുആരക്കാനുള്ള കാരണം എന്താണ്? അത് അറബി ഉസ്താദുമാർക്കിടയിൽ, ആലിമീങ്ങൾക്കിടയിൽ, ഭാഷാ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ചയാണ്. മുൻസ്വരിഫ്, ഗൈർ മുൻസ്വരിഫ് എന്നാണ് പറയുക. മുൻസ്വരിഫ് എന്ന് പറഞ്ഞാൽ റജബിൻ, റജബൻ, റജബുൻ എന്നൊക്കെ പറയാൻ പറ്റിയതിനാണ് മുൻസ്വരിഫ് എന്ന് പറയുക. ഗൈർ മുൻസ്വരിഫ് എന്ന് പറഞ്ഞാൽ റജബ എന്ന് പറഞ്ഞാൽ ഫീ റജബ, അങ്ങനെ തന്നെ പറയണം. അതിന് മാറ്റങ്ങളൊന്നും പാടില്ല. അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് തൻവീൻ വരാൻ പാടില്ല,
അത് റജബുൻ റജബിൻ ഒന്നും അങ്ങനെയൊന്നും വരാൻ പാടില്ല. എപ്പോഴും റജബ എന്ന് മാത്രമാണ് ഉണ്ടാകുക. അതിനാണ് ഗൈറു മുൻസരിഫ് എന്ന് പറയുക. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഗൈറു മുൻസരിഫായ വിഷയങ്ങളുണ്ട്, വാക്കുകളുണ്ട്. അതിൽപ്പെട്ടതാണ് റജബ് എന്ന വാക്ക്. അതുകൊണ്ട് ഫി റജബ വ ശഅബാൻ എന്നാണ് പറയേണ്ടത്. അലമിയത്ത് അദ്ല്, അതേപോലെ അലമിയത്ത് തഅനീഫ് എന്നീ ഇല്ലത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഗൈറു മുൻസരിഫാണ് എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നു. സുർഖാനി 1-ാം വാള്യം 199-ാമത്തെ പേജിൽ ഇങ്ങനെ കാണാം. അപ്പോൾ അതേപോലെ ബാജൂരി അത് മുഅയ്യനാണ് ഉദ്ദേശമെങ്കിൽ ഗൈറു മുൻസരിഫാണ് എന്നും ഗൈറു മുഅയ്യനാണ് ഉദ്ദേശമെങ്കിൽ മുൻസരിഫാണ് എന്ന രൂപത്തിലുമാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഖുദ്രി അതേപോലെ യാനത്തിലൊക്കെ ഈ രൂപത്തിൽ കാണാൻ കഴിയും. എന്നാൽ മിഷ്കാത്തുൽ മസ്വാബിഹ് അതിൽ ഈ ഒരു ഹദീസ് വിശദീകരിച്ചെടുത്ത് വക്കാന ഇദാ ദഖല റജബുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റജബ് മാസം ആഗതമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഈ ഒരു ഹദീസിൽ 1379-ാമത്തെ ഹദീസിൽ ഇവിടെ റജബുൻ എന്ന് മുൻസരിഫായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് മുൻസരിഫാണ് എന്ന് അവിടെ മിർഖാത്തുൽ മഫാത്തിഹിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സിറാജുൽ മുനീർ ലിശറഹി ജാമി സ്വഗീറിലും ഇത് റജബ് എന്നത് 2-ാം വാർഡിൽ 22-ാമത്തെ പേജിൽ അത് മുൻസരിഫാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി ഈ ഒരു ദുആവുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു വിഷയം, ചില ഉസ്താദുമാർ ബല്ലിഗ്നാ റമദാൻ എന്ന് കഴിഞ്ഞതിന് ശേഷം വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തുൽ ഖുർആൻ എന്നൊക്കെ ദ്വാരക്കാറുണ്ട്. ചില ആൾക്കാർ ദ്വാരക്കാരുമില്ല. അതിൻ്റെ എന്താണ് കാരണം എന്ന് ചിലപ്പം ചോദിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി എന്ന് പറയാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്നാണ്. മറ്റ് പല രൂപത്തിലും വന്നിട്ടുണ്ട്. മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ വബല്ലിഗ്നാ റമളാൻ എന്നതിന് പകരം വബാരിക് ലനാ ഫീ റമളാൻ എന്നാണ് അതിൻ്റെ ബാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അമലുൽ യൗമി വൽ ലൈലയിൽ പിന്നെ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയുന്നതിന് പകരം വബല്ലിഗ്നാ ഷഹ്റ റമളാൻ എന്നവിടെ കാണുന്നുണ്ട്. ദൈലമി ഉദ്ധരിക്കുന്നതിൽ പിന്നെ വബല്ലിഗ്നാ റമളാൻ എന്ന് കഴിഞ്ഞതിന് ശേഷം അഇന്ന അലസ്സിയാമി വൽ ഖിയാമി എന്ന് രേഖപ്പെടുത്തിയതും കാണാം. എന്നാൽ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി എന്ന് കാണുന്നില്ല. അത് അങ്ങനെ നമ്മൾ അതിനോട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് വവഫിഖ്നാ ഫീഹി എന്ന് പറയുന്ന സമയം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണോ എന്ന് അതിലേക്കൊരു സംശയം ഉണ്ടാക്കി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ദുആ ചെയ്യരുത് എന്നാണ് പ്രബല അഭിപ്രായ പ്രകാരം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പം അതേതായാലും ഈ ഒരു വിഷയവുമായി പറയുന്ന സമയത്ത് അതുകൂടെ പറഞ്ഞാലേ അത് പൂർത്തിയാകൂ എന്നതുകൊണ്ട് മാത്രം അവിടെ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ പരിശുദ്ധമായ റജബ് എന്നത് അത് ബറക്കത്ത് ചൊരിയുന്ന മാസമാണ്. ആ ബറക്കത്ത് നമ്മൾ പരമാവധി അള്ളാഹുവിങ്കൽ നിന്ന് നമ്മൾ അത് ചോദിച്ചു വാങ്ങാൻ നമ്മൾ തയ്യാറാകണം. അതേപോലെ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് നടന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. സിദ്റത്തുൽ മുൻതഹിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ ഉയർത്തപ്പെട്ട ദിവസമാണ് റജബ്. നബിമാർക്ക് ഇമാമത്തായി അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചത് പരിശുദ്ധമായ റജബിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ഒരു വിഷയവും പറയുന്നില്ല. മറിച്ച് കാരണം ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് വിശാലമായ ഒരു പഠനം നമ്മൾ വേറെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു വാക്ക് മാത്രം ഇവിടെ പറയുകയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ 34 തവണ ഇന്ന മിഅ്റാജഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 34 മറ 34 തവണ തങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട് എന്നും ഒരു തവണ വാഹിദത്തും ബിജസദിഹി ഒരു തവണ മാത്രം അവിടുത്തെ ജസദ് കൊണ്ടും വബാഖി ബിറൂഹിഹി ബാക്കിയെല്ലാം അവിടുത്തെ റൂഹ് കൊണ്ടായിരുന്നു മിഅ്റാജ് എന്നും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇതെല്ലാം നടന്നത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. അപ്പോൾ റജബ് മാസം വലിയ ബഹുമാനമുള്ള മാസമാണ്. റജബ് മാസത്തിൻ്റെ മറ്റൊരു ബഹുമാനം എന്ന് പറയുന്നത്
നിസ്കാരം ഫർളാക്കിയിട്ടുള്ളത് റജബ് മാസത്തിലാണ്. നിസ്കാരം എന്നത് ഏറ്റവും വലിയ ബറക്കത്താണ്. നമ്മൾ പറഞ്ഞല്ലോ, ബറക്കത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. നിസ്കാരം എന്നത് വലിയ ബറക്കത്താണ്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് ഫഖർ ഉണ്ടാവുകയില്ല. ഫഖർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്കീനും ഫക്കീറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ് രണ്ടാളും. പക്ഷേ ഫക്കീർ എന്ന് പറഞ്ഞ ആൾ അത് ആളുകളോട് ചോദിച്ചു വാങ്ങും. അയാൾ പാവപ്പെട്ടവനാണ്, അയാൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യും. അതാണ് ഫക്കീർ. അത് ഒരു നിന്ദത്തരമാണ്. പക്ഷേ മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവമാണ്, പക്ഷെ അത് ആളുകളെ മനസ്സിലാക്കാണ്ട് ജീവിക്കും. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ വലിയ സംതൃപ്തിയോടുകൂടെ ജീവിക്കും. അങ്ങനത്തെ ആളുകൾ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അങ്ങനെ മിസ്കീനായി മരിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം മിസ്കീൻ എന്നത് നല്ലതാണ്. പക്ഷേ ഫഖർ ഉണ്ടാവുക, ഫക്കീറായി പോവുക, ദരിദ്രനായി പോവുക എന്നത് വളരെ പ്രശ്നമാണ്. ഏതായാലും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് ഫഖർ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ റജബിലായിട്ടൊരു പ്രത്യേക നിസ്കാരമുണ്ടോ? അങ്ങനെ നിസ്കാരമില്ല എന്നതാണ്. മഹാനായ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ശർവാനി അടക്കം 2-ാം വാള്യം 239 പേജിൽ കാണാം, വസ്സലാത്തുൽ മഅറൂഫത്തു ലൈലത്തുർ റഗായിബ്, അതേപോലെ വനിസ്ഫി ശഅബാൻ, ശഅബാൻ 15 അന്നും ലൈലത്തുർ റഗായിബ് എന്നാൽ പിന്നെ റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ഒരു പ്രത്യേകമായൊരു നിസ്കാരം, 12 റക്അത്ത് നിസ്കാരം. അത് ബിദ്അത്തുൻ ഖബീഹത്തുൻ വഹദീസുഹുമാ മൗദൂഉൻ. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാണ്, ബിദ്അത്തുൻ ഖബീഹ വളരെ മോശമായ ബിദ്അത്താണ്, വഹദീസുഹുമാ മൗദൂഉൻ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് എന്ന് പറയപ്പെടുന്നത് അത് നിർമ്മിക്കപ്പെട്ട ഹദീസാണ്. അതങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു എടുത്ത ശറഹുൽ മുഹദ്ദബിലും ആ ഒരു വിഷയം പറയുന്നുണ്ട്. ബിദ്അത്താനി മുൻകറാനി, അത് എതിർക്കപ്പെടേണ്ട 2 ബിദ്അത്തുകളാണ്. അതേപോലെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇർഷാദുൽ അഅ്ബാദിൽ പറയുന്നുണ്ട്, വമിനൽ ബിദ്അഇൽ മദ്മൂമ, വളരെ മോശമായ ബിദ്അത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം അദ്ദേഹം പറയുന്നത്. ഇബ്നു ഹജർ ഹംബലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലത്വായിഫുൽ മആരിഫ് അതിൽ പറയുന്നുണ്ട്, കദിബുൻ ബാത്തുലുൻ, ഇത് കളവാണ്, ബാത്തുലാണ് എന്നൊക്കെയാണ് ഈ ഒരു നിസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ നിസ്കാരം നിർബന്ധമാക്കിയത് റജബിലാണ്. എന്നാൽ റജബിൽ പ്രത്യേകമായ ഒരു നിസ്കാരം എന്ന് പറഞ്ഞത് ഇല്ല എന്നാണ് മഹാന്മാരെല്ലാം പറയുന്നത്. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ റജബ് വന്നാൽ ചെയ്യേണ്ടത്? റജബ് വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? റജബ് ആഗതമായി എന്ന് നമുക്ക് മനസ്സിലായാൽ, നമ്മൾക്ക് റജബിൻ്റെ മാസം കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? അത് റജബ് എന്ന് മാത്രമല്ല, എല്ലാ മാസവും ആഗതമായി എന്ന് നമ്മൾ കേട്ടാൽ നമ്മൾ പറയണം, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വത്തൗഫീഖ് ലിമാ തുഹിബ്ബുഹു വതർളാഹ് റബ്ബുനാ വറബ്ബുക്കല്ലാഹ് എന്ന് നമ്മൾ പറയണം. അത് ഏത് മാസമാണ് കണ്ട്, റമളാന്റെ മാസം കണ്ടാലും ശഅബാൻ കണ്ടാലും ശവ്വാൽ കണ്ടാലും എല്ലാം ആ സമയത്ത് നമ്മളത് പറയണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തബാറക സൂറത്ത് ഓതണം. തബാറക സൂറത്ത് എല്ലാ ദിവസവും ഓതേണ്ടത് തന്നെയാണ്. എന്നാലും പ്രത്യേകമായി അത് ചെല്ലണമെന്ന് മഹാനായ അബ്ദുൽ ഹമീദ് ശർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫയുടെ ഹാഷിയയിൽ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. വയുസന്നു അൻ യഖ്റഅ ബഅദ ദാലിക് സൂറത്ത് തബാറക ലിഅസറിൻ ഫീഹി, തബാറക സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. ലിഅസറിൻ ഫീഹി, അതിൽ പ്രത്യേകമായ ഒരു അസറുണ്ട് എന്ന് മഹാൻ രേഖപ്പെടുത്തുന്നത് കാണാം. റജബിന്റെ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞത് തന്നെ വലിയ ബറക്കത്താണ്. അവ്വലു ലൈലത്ത് റജബ് യൗമുൻ മുസ്തജാബുൻ, അത് ഉത്തരം കിട്ടുന്ന, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ്. മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു അവർ പറയുന്നത് കാണാമല്ലോ, 5 ദിവസങ്ങൾ പ്രത്യേകമായി ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന 5 ദിവസങ്ങളിൽ മഹാനായ ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു
അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിൻ്റെ ആദ്യത്തെ ദിനം എണ്ണിയത് നമുക്ക് കാണാൻ കഴിയും. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ഫൈദുൽ ഖദീർ, ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു ലതായിഫുൽ മആരിഫ്, അതേപോലെ റംലി റളിയല്ലാഹു അൻഹു നിഹായത്തുൽ മുഹ്താജ്, അതേപോലെ ഷെയ്ഖ് ജൈലാനി റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ഉന്യയിലും ഗസാലി ഇമാം അവിടുത്തെ ഹിയയിലും എല്ലാം ഇത് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ ദിനം അത് ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ് എന്ന് അവരെല്ലാം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം അത് വലിയ ബഹുമാനത്തോടുകൂടെ കാണണം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു യഫ്സഹു നഫ്സഹു ലിൽ ഇബാദത്തി മിൻ 4 ലയാലിൻ, 4 ദിവസങ്ങളിൽ പ്രത്യേകമായി തൻ്റെ നഫ്സിനെ അദ്ദേഹം ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഫിസ്സനത്തി, ഒരു വർഷത്തിൽ 4 ദിവസം. ഒന്നാമത്തത് തന്നെ അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിലെ ആദ്യത്തെ ദിവസമായിരുന്നു. രണ്ടാമത്തത് ലൈലത്തുൽ ഫിത്ർ, ഫിത്ർ അതായത് ചെറിയ പെരുന്നാളിൻ്റെ ദിവസം. വലൈലത്തുൽ അദ്ഹ, അതേപോലെ വലിയ പെരുന്നാളിൻ്റെ ദിവസം. വലൈലത്തി നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാൻ മാസത്തിൻ്റെ 15, അതായത് ബറാഅത്തിൻ്റെ ദിവസം. ഇങ്ങനെ 4 ദിവസങ്ങളിൽ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർ പ്രത്യേകമായി ഉറക്കൊഴിഞ്ഞുകൊണ്ട് ആരാധന നിമഗ്നനായി ഇരിക്കാറുണ്ടായിരുന്നു എന്ന് അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് റജബ് ആദ്യത്തെ ദിവസത്തിൽ പ്രത്യേകമായ ഒരു ദുആ നമ്മളുടെ ഏടുകളിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇലാഹി തഅറദ ലക ഫി ഹാദിഹി ലൈലത്തിൽ മുതഅരിദൂൻ എന്ന് പറഞ്ഞ് ഒരു ദീർഘമായ ഒരു ദുആ, അതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം എന്നത് വലിയ ബഹുമാനമുള്ളതാണ്. റജബ് മാസം എന്നത് ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്. റജബ് എന്ന് പറഞ്ഞത് ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്. അതരവായ നമ്മൾ ഓർമ്മപ്പെടുത്തി, റജബുൻ ഷഹ്റുല്ലാഹ് വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് എന്നാൽ അത് അള്ളാഹുവിൻ്റെ മാസമാണ്. വശഅബാനു ഷഹ്രി, ശഅബാൻ എൻ്റെ മാസമാണ്. വറമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസവുമാണ്. അങ്ങനെ അള്ളാഹുവിങ്കലേക്ക് ചേർത്തി പറയാനുള്ള കാരണം എന്താണ്? അഗ്ഫിറു ലക ബിലാ ഷഫീഉ, ഒരു ഇടനിലക്കാരനില്ലാത്ത രൂപത്തിൽ തന്നെ അള്ളാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കുന്ന ഒരു ദിവസമാണ് റജബ് എന്ന് പറയുന്നത്. മഹാനായ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉൽ ഹദീസ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ ഷഹ്രി റജബ്, റജബ് മാസത്തിൽ നിങ്ങൾ പ്രത്യേകമായി ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണം. ഫഇന്നല്ലാഹ ഫീ കുല്ലി സഅതി മിൻഹു ഉതഖാഅ മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിലെ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് അള്ളാഹു കൂടുതൽ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കണമെന്ന് മഹാനായ ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മഹാനായ അബ്ദുൽ ഹമീദ് ഷാഫിഈ എന്നവർ അവിടുത്തെ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, യഅലമന്ന റജബൻ, തീർച്ചയായും റജബ് എന്നത് ഷഹ്റുൻ ഫളീൽ, അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വൽ ഇബാദത്തു ഫീഹി ലഹാ അജ്റുൻ ജലീൽ, ആ റജബ് മാസത്തിലെ ആരാധനകൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാനങ്ങളും പ്രത്യേകമായ കൂലികളുമുണ്ട്. ഖുസൂസൻ അസ്സൗമു ഫീഹി വൽ ഇസ്തിഗ്ഫാർ, ആ റജബ് മാസത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട ആരാധനകൾ എന്താണ്? റജബ് മാസത്തിലെ പ്രത്യേകമായ ആരാധന എന്ന് പറയുന്നത് അത് നോമ്പ് നോക്കലും അതേപോലെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കലുമാണ്. എന്നിട്ട് മഹാൻ പറയുന്നു, റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. ഷഅബാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ,
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ എന്ന് പറഞ്ഞാൽ. റജബു ഷഹ്റിൽ ഇസ്തിഗ്ഫാർ, റജബ് എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറിൻ്റെ മാസവുമാണ്. മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്നയിൽ പറയുന്നത് കാണാം, ഖസ്സ റജബ്, റജബിനെ അത് പ്രത്യേകമാക്കി ബിൽ മഗ്ഫിറത്തി മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്ത് കൊണ്ട് പ്രത്യേകമാണ് റജബ്. അതുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ കൂടുതലായി ചോദിക്കണം. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് ദുആഉ ഇസ്തിഗ്ഫാരി റജബ്, റജബിലെ ഇസ്തിഗ്ഫാറിൻ്റെ ദുആ എന്ന് പറഞ്ഞ് വലിയ ഒരു ദുആഇൻ്റെ ഒരു ക്രോഡീകരണമുണ്ട്. മഹാൻ പറയുന്നത് കാണാം, ഇന്നലഹു ഫളാഇല കബ്സീറ, ഇതിന് വലിയ മഹത്വമുള്ള ദിക്റാണ് എന്ന് പറഞ്ഞ് മഹാൻ ആ വിഷയം പറയുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലല്ലാഹ് മിമ്മാ യക്റഹു ഖൗലൻ വഫിഅലൻ വഖാതിറൻ വനാദിറൻ വബാതിനൻ വദാഹിറൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിശാലമായ ഒരു ദുആ മഹാനായ അല്ലാമ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാറുകൾ നടത്തി നമ്മളുടെ പാപങ്ങളെല്ലാം റജബിൽ തന്നെ അത് പരിഹരിക്കപ്പെട്ട് അതെല്ലാം പൊരുത്തപ്പെടുന്ന കോലത്തിലേക്ക് നമ്മൾ ആക്കിയെടുക്കണം. ബയ്യിളു സ്വഹീഫതക സൗദാ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. ബയ്യിളു സ്വഹീഫതക സൗദാ, നിന്റെ കറുത്ത ഭാണ്ഡങ്ങളെ നീ വെളുപ്പിച്ചെടുക്കണം. ഫി റജബിൻ, നീ റജബ് മാസത്തിൽ ബിസ്വാലിഹിൽ അമൽ, നല്ല സ്വാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ട്, അൽ മുൻജി മിനൽ ലഹബി, കത്തിയാടുന്ന നരകത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന അത്രയും നല്ല പ്രവർത്തനങ്ങൾ നൽകി നീ റജബ് മാസത്തിൽ തന്നെ നിന്റെ കറുത്ത ഭാണ്ഡങ്ങളെ അതിക്രമങ്ങൾ ചെയ്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് കറുത്തുപോയ നിന്റെ ഹൃദയങ്ങളെ നീ വെളുപ്പിച്ചെടുക്കണം എന്ന് നമുക്ക് കാണാൻ കഴിയും. നുസുഫ എന്ന കിതാബിൽ അതിൻ്റെ 1-ാം വാള്യം 182-ാമത്തെ പേജിൽ കാണാം. റജബിൻ്റെ 1-ാമത്തെ 10 കഴിഞ്ഞാൽ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, 2-ാമത്തെ 10 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്, അതേപോലെ 3-ാമത്തെ 10 കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും 100 തവണ പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റാത്ത അത്രയും വലിയ പ്രതിഫലമുണ്ട് എന്ന് ആ കിതാബിൽ കാണാൻ കഴിയും. അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അദ്കാറുകളും തസ്ബീഹാത്തുകളും എല്ലാം നമ്മൾ ചെല്ലാനും ചെയ്യാനും നമ്മുടെ സമയം കണ്ടെത്തണം. റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നത് വളരെ പ്രധാനമാണ്. റജബ് മാസത്തെ അത് ഉപയോഗപ്പെടുത്തേണ്ടത് നേരത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തി, പ്രത്യേകമായി ഇസ്തിഗ്ഫാറുകൾ നടത്തുക, നോമ്പ് നോൽക്കുക എന്നതാണ്. നോമ്പ് നോൽക്കുന്നതിന് വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത്. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, വഅലം അന്ന അഫ്ളല ശുഹൂരി ലിസ്സൗമി ബഅദ റമദാൻ, റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറ്റവും നല്ല മാസം ഏതാണ്? അൽ അഷ്ഹുറുൽ ഹുറും, പവിത്രമായ മാസങ്ങളാണ്. വഅഫ്ളലുഹ, ആ യുദ്ധം ഹറാമായ പവിത്രമായ മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം അൽ മുഹറം, മുഹറം മാസമാണ്. സുമ്മ റജബ്, അത് കഴിഞ്ഞാൽ പിന്നെ റജബ് മാസമാണ്. മഹാനായ സൈനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്തുഹുൽ മുഈനിലും ഇതേ ആശയം കൊണ്ടുവരുന്നത് കാണാം. അഫ്ളലു ശുഹൂരി ലിസ്സൗമി ബഅദ റമദാൻ, റമദാനിന് ശേഷം ഏറ്റവും നോമ്പ് നോക്കാൻ ശ്രേഷ്ഠമായ മാസം എന്ന് പറഞ്ഞത് അൽ അഷ്ഹുറുൽ ഹുറും, പവിത്രമായ മാസങ്ങളാണ്. വഅഫ്ളലുഹ, അതിലേറ്റവും ശ്രേഷ്ഠമായത് തന്നെ അൽ മുഹറം, മുഹറം മാസമാണ് ഏറ്റവും ശ്രേഷ്ഠം. സുമ്മ റജബ്, പിന്നെ റജബ്, സുമ്മ ദുൽഹിജ്ജ, പിന്നെ ദുൽഹിജ്ജ മാസം, ഉമ്മൽ ഖഅദ, പിന്നെ ദുൽഖഅദ മാസം, സുമ്മ ഷഹ്റു ശഅബാൻ, പിന്നെ ശഅബാൻ മാസം എന്ന് മഹാനായ സൈനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹുവും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഹദീസുകൾ, മഹാന്മാരുടെ ഉദ്ധരണികൾ പരിശുദ്ധമായ റജബ് മാസം
നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് വന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ സ്വാമ യൗമൻ മിൻ റജബ്, ആരെങ്കിലും റജബ് മാസം ഒരു നോമ്പ് നോറ്റു എന്നാൽ കാനക സുയാമി സന, അവരൊരു വർഷം നോമ്പ് നോറ്റ കൂലിയാണ്. വമൻ സ്വാമ സബഅത അയ്യാം, ഇനി 7 നോമ്പ് റജബ് മാസത്തിൽ ഒരാൾക്ക് നോക്കാൻ സാധിച്ചാൽ ഉല്ലിഖത് അബ്വാബ ജഹന്നം, അവന് നരകത്തിന്റെ എല്ലാ വാതിലുകളും അവന്റെ മേൽ കൊട്ടിയടക്കപ്പെടും. വമൻ സ്വാമ സമാനിയത അയ്യാം, ഇനി 8 ദിവസം നോമ്പ് വെച്ചാൽ അവന് സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. അവൻ 10 ദിവസം അവൻ നോമ്പ് വെച്ചാൽ അവൻ ചോദിച്ച എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും എന്ന് പറഞ്ഞ് വിശാലമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സബൂത്തുൽ വാഇലീൻ എന്ന കിതാബിൽ കാണാം. എല്ലാ മനുഷ്യന്മാരും അന്ത്യനാളിൽ എഴുന്നേൽക്കുക വലിയ വിശപ്പുള്ള ആളുകളായിട്ടാണ്, വിശന്ന് വലഞ്ഞവരായിട്ടാണ് ഉണ്ടാവുക. ഇല്ലൽ അംബിയാ വാഹ്ലിഹിം, അമ്പിയാക്കന്മാരും അവരുടെ കുടുംബങ്ങളും ഒഴികെ. അതേപോലെ വസ്വാഇമു റജബ്, റജബ് മാസത്തിൽ നോമ്പ് നോറ്റ ഷഅബാൻ വറമളാൻ, ഷഅബാനിലും റമളാനിലും നോമ്പ് നോറ്റ ആളുകൾക്കും ഒഴികെ. അവര് വയറ് ഫുള്ളായിട്ട് ഉണ്ടാക്കുക, ലാ ജൂഅ ലഹും വലാ അത്ഷ്, അവർക്ക് വിശപ്പോ ദാഹമോ ഒന്നും അനുഭവപ്പെടാത്ത രൂപത്തിലായിരിക്കും അവരുണ്ടാവുക എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അങ്ങനെയും നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പ്രതിഫലം നൽകുന്ന നോമ്പിന് വലിയ മഹത്വമുള്ളതാണ് റജബ് മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ ഫളാഇലുൽ ഔഖാത്തിൽ വിശദീകരിക്കുന്നത് കാണാം. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്, ഇന്ന ഫിൽ ജന്നത്തി നഹറൻ, സ്വർഗത്തിലൊരു നദിയുണ്ട്, യുഖാലു ലഹു റജബ്, അതിൻ്റെ പേരെന്താണ്? റജബ് എന്നാണ് ആ നദീൻ്റെ പേര് തന്നെ. അശദ്ദു ബയാദം മിനൽ ലബൻ, അതിൻ്റെ നിറം പാലിനേക്കാൾ വെളുത്തതാണ്. വ അഹ്ലാ മിനൽ അസ്ൽ, അതിൻ്റെ രുചി എന്ന് പറഞ്ഞത് അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. മൻ സ്വാമ മിൻ റജബ്, റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ, യൗമൻ, ഒരു ദിവസം നോമ്പെടുത്താൽ, സഖാഹുല്ലാഹു മിൻ ദാലിക്കൻ നഹരി, നെഹറിൽ നിന്ന്, ആ ഒരു നദിയിൽ നിന്ന് അള്ളാഹു അവനെ കുടിപ്പിക്കുന്നതാണ്. അത്രയും ശ്രേഷ്ഠമുള്ളതാണ് റജബ് മാസത്തിലെ നോമ്പ് എന്ന് പറയുന്നത്. ഇനി മിഅ്റാജിൻ്റെ നോമ്പ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സൗമു യൗമി മിഅ്റാജ്, മിഅ്റാജിൻ്റെ ദിവസത്തിലുള്ള നോമ്പ്. മഹാനായ അൽ ഇമാമുൽ ബഖരി അദ്ദേഹം അവിടുത്തെ യാനുത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തുന്നത് കാണാം. വയുസ്തഹബ്ബു സൗമു യൗമി മിഅ്റാജ്, മിഅ്റാജിൻ്റെ നോമ്പ് അത് സുന്നത്താണ് എന്ന് മഹാനായ ഇമാം ജമൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹ് മൻഹജ് തുല്ലാബ് എന്ന ഗ്രന്ഥത്തിലും വിശദീകരിക്കുന്നത് കാണാം. വയുസന്നു ഐലൻ സൗമു യൗമിൽ മിഅ്റാജ്, മിഅ്റാജിൻ്റെ ദിവസത്തിലെ നോമ്പ് അത് സുന്നത്താണ് എന്ന് ഇവരെല്ലാം നമുക്ക് രേഖപ്പെടുത്തിയത് കാണാം. അതേപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ പറയുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്നു, ഖാല, അവർ പറഞ്ഞു, മൻ സ്വാമ, ആരെങ്കിലും നോമ്പ് നോറ്റു യൗമ സബഇൻ വഇശ്രീന മിൻ റജബ്, റജബ് മാസത്തിൻ്റെ 27-ാം ദിവസം ആരെങ്കിലും നോമ്പ് നോറ്റാൽ, കത്തബല്ലാഹു ലഹു സിയാമ 60 ശഹറ, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല 60 മാസം, കതബല്ലാഹു ലഹു, അവൻ അല്ലാഹു എഴുതപ്പെടും, സിയാമ 60 ശഹറ, 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം അവർക്ക് എഴുതപ്പെടും. അത്രയും മഹത്തരമാണ് എന്ന് നമുക്കവിടെ ഇത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റജബിലും ഷഅബാനിലും റമളാനിലും നോമ്പ് നോറ്റ് ശവ്വാലിലെ 6 ദിവസം കൂടെ നമ്മൾ പൂർത്തിയാക്കി അങ്ങനെ 96 നോമ്പ് എടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ പഴയ കാലത്തും ഇപ്പോഴും പല ആളുകളും ചെയ്യാറുണ്ട്. അത് സൗമു സിത്തിൻ വ തിസ്ഈൻ, 96 നോമ്പിനെ സംബന്ധിച്ച്. അതിനെപ്പറ്റി മഹാനായ അഹ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവരോട്
ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഫത്വ ചോദിച്ചപ്പോൾ അവർ അഫ്തൽ ഇമാം അഹമ്മദ് കോയ ഷാലിയാത്തി എന്ന് പറഞ്ഞ വലിയ മഹാൻ അവർ പറഞ്ഞു അതിനെ സംബന്ധിച്ച് വഖദ് സ്വറഹൽ ഫുഖഹാഉ ബിസ്തിഹ്ബാബി സൗമി റജബിൻ വശഅബാൻ വസിത്തിൻ മിൻ ശവ്വാൽ. റജബ് മാസത്തിലും ഷഅബാനിലും അതേപോലെ ശവ്വാലിലെ 6 ദിവസങ്ങളിലും നോമ്പ് നോൽക്കുക എന്നത് അത് സുന്നത്താണ് എന്നതിൻ്റെ മേൽ ഫുഖഹാക്കൾ സ്വരീഹാക്കി വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. വഅമ്മാ സൗമു റമദാൻ, അപ്പോൾ റമദാനിലെ നോമ്പ് എന്നത് ഫർദുൻ മക്തൂബുൻ, അത് പിന്നെ പറയേണ്ടതുമില്ല, അത് ഫർളായി കമാ ഹുവ മഅലൂമുൻ മിനദ്ദീനി ബിദ്ദറൂറ, അത് ദീനിൽ അറിയപ്പെട്ട ഒരു വിഷയവുമാണ്, അതിൽ പിന്നെ തർക്കവുമില്ല. അപ്പോൾ റജബിലും ഷഅബാനിലും റമദാനിലും ശവ്വാലിലെ 6 ദിവസവും നോമ്പ് നോൽക്കുക എന്നത് വളരെ വലിയ സുന്നത്ത് തന്നെയാണ് എന്ന് അവരെല്ലാം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇനി റജബ് മാസത്തിൽ പ്രത്യേകമായി ഉംറ ചെയ്യുന്നത് പല ആളുകളും വലിയ മഹത്തരമായി കാണാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അന്നൽ ഉംറത ഫി റജബ് മാസത്തിൽ ഉംറയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നത് മുസ്തഹബുൻ, അത് സുന്നത്താണ്. അങ്ങനെ റജബ് മാസം പ്രത്യേകമായി കാണുകയും റജബിൽ ഉംറ നിർവഹിക്കാൻ തൗഫീഖ് കിട്ടുകയും ചെയ്യുക എന്നത് വലിയ തൗഫീഖാണ്. കാരണം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തമറ ഫീ റജബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്തത് റജബിലാണ് എന്ന് പറഞ്ഞു. ഫാങ്കറത്ത് ദാലിക ആയിഷ, ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ എതിർത്തു. എങ്കിലും വഹുവ യസ്മഉ, റസൂലുള്ളാഹി തങ്ങൾ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഫസക്കത്ത, റസൂലുള്ളാഹി തങ്ങൾ അതിനൊന്നും പ്രതികരിച്ചില്ല. അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് റസൂലുള്ളാഹി തങ്ങളുടെ മൗനാനുവാദം പോലും ഹദീസായിട്ട് പരിഗണിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ഉംറ ചെയ്തത് റജബ് മാസത്തിലായിരുന്നു. അതേപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയവരെല്ലാം റജബിൽ ഉംറ ചെയ്തത് അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റജബ് എന്നത് ഉംറ ആ സമയത്ത് ഉംറ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നത് അത് മറ്റൊരു മുസ്തഹബാണ്, അങ്ങനെ ഒരു സുന്നത്ത് തന്നെയാണ്. ഇനി റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു അറവ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഒരു അറവിനെ സംബന്ധിച്ച് കിതാബുകളിലെല്ലാം പറയുന്നത് നമുക്ക് കാണാം. അത്തീറ എന്നാണ് അതിൻ്റെ പേര്. അത്തീറ എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി അറക്കപ്പെടുന്ന മൃഗങ്ങൾ, അതിനാണ് അത്തീറ എന്ന് പറയുക. അത്തീറയെ സംബന്ധിച്ച് അത് മന്ദൂബാണ്, അത് സുന്നത്താണ് എന്ന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ കൊണ്ടുവരുന്നത് കാണാം. അതിൻ്റെ കാരണം, അതിന് പ്രത്യേകമായി അത് അങ്ങനെ സുന്നത്ത് ഉണ്ട് എന്നതിനെ തെളിയിക്കുന്ന പ്രമാണങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ലിഅന്നൽ ഖസ്ദ ബിഹിമ, അവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതില്ല തഖർറുബു ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാകുക എന്നതാണ് അവിടെ ഈ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ അത് നല്ലതാണ്. ബിഹംലിഹ അലൽ മുഹ്താജീൻ, അതേപോലെ ആവശ്യക്കാരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നതും അതേപോലെ അറക്കുക എന്നതും ഇതുകൊണ്ടെല്ലാം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അത് അള്ളാഹുവിൻ്റെ സാമീപ്യം മാത്രമായതുകൊണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇത്രയും വിശാലമായി ഈ വിഷയം വിശദീകരിച്ചത് റജബിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പരിശുദ്ധമായ റജബിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബിനെയും ശഅബാനിനെയും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അത് ഉൾക്കൊള്ളാനും അത് പൂർണ്ണമായി അത് ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിലേക്ക് അള്ളാഹു നമ്മളെല്ലാം എത്തിച്ചേരുമാറാവട്ടെ. ഒരുപാട് റമദാനുകളെ സ്വാഗതം ചെയ്യാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഖൈറായ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അറിയുന്ന റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം
നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഖൈറായ രൂപത്തിൽ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.